കണി കണ്ടുണരുന്ന ഈ വിഷുരാവിലെ പ്രകാശം നിറഞ്ഞ ഒരു പുതിയ തുടക്കത്തിൻ്റെ നിമിഷം. പ്രതീക്ഷകളും സന്തോഷവും നിറഞ്ഞൊരു ദിവസം. കണ്ണു തുറക്കുന്ന ആദ്യ കാഴ്ച. നമ്മുടെ ദിനത്തെ തന്നെ മാറ്റാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ആചാരം. ഇന്ന് ഈ കണിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സിൽ നിറയുന്നത് നല്ല ചിന്തകൾ മാത്രം. നല്ലത് സംഭവിക്കട്ടെ, നല്ല ആളുകൾ കൂടെ ഉണ്ടാകട്ടെ, നമ്മുടെ വീടുകളിൽ എന്നും ചിരിയും സന്തോഷവും നിറഞ്ഞിരിക്കട്ടെ. കൊന്നപ്പൂവിൻ്റെ മഞ്ഞ നിറം പോലെ നമ്മുടെ ജീവിതവും പ്രകാശത്തോടെ നിറഞ്ഞിരിക്കട്ടെ. ഈ കണിയിലെ ഓരോ സാധനവും ഒരു ചെറിയ സന്ദേശമാണ് നൽകുന്നത്, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായിട്ട്. ഇന്ന് പുതിയ സ്വപ്നങ്ങൾ കാണാൻ ഒരു നല്ല ദിവസം, പുതിയ തുടക്കങ്ങൾക്കായി മുന്നോട്ട് പോകാൻ ഒരു നല്ല സമയം. ഈ വിഷു നമ്മുടെ ജീവിതത്തിൽ നല്ലതെല്ലാം കൊണ്ടുവരട്ടെ, ഓരോ ഹൃദയത്തിലും സന്തോഷം നിറയ്ക്കട്ടെ. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കണി ഒരുക്കുന്ന കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്ന് ഇതെല്ലാം ചെയ്യുന്നത് മക്കളാണ് കേട്ടോ. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്തോളാം കേട്ടോ എന്ന്. അങ്ങനെ ഇടയിലിടയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെവിടെ വെക്കും ഇതെവിടെ വെക്കും എന്നൊക്കെ. അങ്ങനെ ചക്ക, മാങ്ങ, പൈനാപ്പിള്, മത്തങ്ങ, പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കണിവെള്ളരി, അതാണല്ലോ സ്പെഷ്യൽ ഐറ്റം, അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കണിക്കൊന്ന പൂവൊന്നും ഒറിജിനൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫ്ലവർ വാങ്ങിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് അവർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ, അവരിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇടയിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, അതനുസരിച്ച് അവർ വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിച്ചണിലും കുറച്ച് പണികൾ നാളത്തേതായതുള്ളതൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാനും ഇടയിൽ അവർ തന്നെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കതൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഞാനും പണികളിലേക്ക് തന്നെ നിന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓരോന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേ അവർക്കത് പിന്നെ സ്ഥലമില്ല എന്നാണ് പറയുന്നത് എല്ലാം വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ തന്നെ വന്നിട്ട് അതൊന്ന് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഋതു എടുത്ത് വാൽക്കണ്ണാടിയും കൂടി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ വെക്കുന്ന വിളക്ക്, കിണ്ടി, പിന്നെ ചന്ദനത്തിരി, നവധാന്യങ്ങൾ വെക്കാറുണ്ട് കേട്ടോ. പിന്നെന്താ പൈസ, ഗ്രന്ഥം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയല്ലേ വെക്കുക. പുതിയ കോടിത്തുണി, ഇങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ചിരാതും കൂടി ഇങ്ങനെ ചുറ്റായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഇത് രാവിലെ ഇങ്ങനെ കണി കാണാൻ വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ നമ്മൾ തിരി തെളിയിച്ച് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ കണി വെക്കാനായിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ണിയപ്പവും കൂടി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണിയുടേതായ എല്ലാം റെഡിയാവും കേട്ടോ. എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ചൂടെടുക്കുന്നുണ്ട്. ഒന്നാമത് സ്പേസ് കുറവാണ്, പിന്നെ നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടിയിട്ട് ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങൾ ബാക്കി നമ്മൾ പരിയാനോ അങ്ങനെ ഇങ്ങനെയുള്ളൊരു സ്പേസൊക്കെ നന്നായിട്ട് കുറവാണ് കേട്ടോ. കുഞ്ഞ് കിച്ചണാണേ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഭഗവാൻ നേദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് കണ്ണനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ചിരാതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ആ രാവിലെ കണ്ണനെ കാണാനായിട്ട് മക്കളെയൊക്കെ എണീപ്പിച്ചിട്ട് കണ്ണൊക്കെ അടച്ച് കൊണ്ടുവന്നിട്ട് കണിയൊക്കെ കാണിച്ചു. അവരൊക്കെ നന്നായിട്ട് തൊഴുതു. പിന്നെ വേഗം പോയി കിടന്നുറങ്ങി കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കിടന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എണീറ്റിട്ട് കണി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.